ഹലോ ഗായ്സ്, തായ്ലൻഡിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റൂമിലെത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ കോർഡിനേറ്റർ കോൾ ചെയ്തു, ഇവിടെ വെയിറ്റിങ്ങിലാണ് ലോബിയിലെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മളെ കൊണ്ടുപോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി തായ്ലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം വിചാരിച്ചത് പാക്കേജ് ഒന്നും എടുക്കാതെ അവിടെ എത്തിയിട്ട് സ്കൂട്ടി ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ വിചാരിച്ചു എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ, അപ്പോൾ ഇതാവുമ്പോൾ വല്ല ഓർഗനൈസ്ഡ് പിക്ക് ആൻഡ് ഡ്രോപ്പ് എല്ലാം അവരെന്നെ നോക്കിക്കോളും, സ്റ്റേ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നോളും, അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള ഇതിൽ നമ്മൾ ഇങ്ങനെ എടുത്തതാണ്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്ക് റെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ സൈഡിൽ കാണുന്നതൊക്കെ ഫുഡിൻ്റെ പ്ലേസ് ആട്ടോ. നമ്മുടെ ഫോട്ടോ DSLR ഏതോ ഒരു ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എക്സിറ്റ് അടിക്കുമ്പോൾ അവിടെ അവർ തരുമായിരിക്കുമെന്ന്. ഫ്രീ അല്ല കേട്ടോ, പൈസയ്ക്കാണ്. പക്ഷെ ആരെയും കണ്ടില്ല, അതുകൊണ്ട് തന്നെ ഫോട്ടോവും കിട്ടിയില്ല. ഈ പെയിൻറ്റിങ്സൊക്കെ അടിപൊളിയായിരുന്നു. അവർ ലൈവായിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പെയിൻറ്റിങ്സിനൊക്കെ റേറ്റ് കണ്ടത് 200 ബാത്ത്, 600. നമ്മൾ ഏത് ചൂസ് ചെയ്യും എന്നുള്ളതനുസരിച്ചായിരിക്കും റേറ്റിംഗ്. ഷോപ്പ് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു, എന്നാലും നമ്മൾ ഷോപ്പ് ചെയ്യാനൊന്നും നിന്നില്ല. ബിക്കോസ് നമ്മുടെ ബാഗേജ് വെയിറ്റ് വന്നിട്ട് 7 kg ആയിരുന്നു. നമ്മളിത് കൊണ്ടുപോകുമ്പോഴേക്കും എക്സീഡ് ആയിപ്പോകും എന്നുള്ള പേടി കാരണം നമ്മൾ മേടിക്കുമ്പോഴൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കി ഒക്കെയാണ് മേടിച്ചത്. ബിക്കോസ് നമുക്കിവിടെ വെയിറ്റ് ചെക്ക് ചെയ്യാനും പറ്റില്ലല്ലോ. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഇത് എവിടെ പോകുന്ന വഴിയിൽ കണ്ടൊരു ഷോപ്പാണ്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ കണ്ടത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ക്രൊക്കഡൈലിൻ്റെ ആണ്. ക്രൊക്കഡൈൽ ബാർബിക്യൂ എന്തൊക്കെയാല്ലേ. പക്ഷേ ക്രൊക്കഡൈലിന് ഈ ഒരു 1 സ്റ്റിക്കിന് 50 ബാത്ത് ആയിരുന്നു. ചേട്ടൻ എന്തൊക്കെയോ വെച്ച് ക്രൊക്കഡൈലിന് മീറ്റിനെ പെയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ടൂറൊക്കെ കഴിഞ്ഞു. ഇത് കുറേ നടക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അടുത്ത ലൊക്കേഷൻ്റെ കാഴ്ചകൾ എപ്പിസോഡ് 3 ഇടാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.